ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരെ നടപടി തുടർന്ന ഡൽഹി പോലീസ്. റോഹിംഗ്യകളെയും ബംഗ്ലാദേശികളെയും ഡൽഹിയിൽ എത്തിക്കുന്ന റാക്കറ്റിലെ 11 പേർ പിടിയിലായി. ഇവർ വ്യാജ ആധാറും തിരിച്ചറിയൽ കാർഡും കുടിയേറ്റക്കാർക്ക് നൽകിയാണ് ഭാരതത്തിൽ എത്തിക്കുന്നത്. അസം, ബംഗാൾ, ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് അനധികൃതമായി കടന്നുകയറുന്ന ബംഗ്ലാദേശികളും റോഹിംഗ്യകളുമാണ് പിന്നീട് ഡൽഹിയിലേക്കും എത്തുന്നത്. ഇവർക്ക് തെരഞ്ഞെടുപ്പ് ID കാർഡും വ്യാജ ആധാർ കാർഡുമെല്ലാം സംഘടിപ്പിച്ച് നൽകുന്ന പ്രത്യേക സംഘം ഡൽഹിയിൽ പ്രവർത്തിക്കുന്നു. ഈ റാക്കറ്റിലെ 11 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. റാക്കറ്റിലെ കൂടുതൽ പേരെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് സൗത്ത് ഡൽഹി DCP അങ്കിത് ചൌഹാൻ അറിയിച്ചു. ഡൽഹിയിലെ ബംഗ്ലാദേശി കുടിയേറ്റത്തിന് കാരണം ആം ആദ്മി സർക്കാരാണെന്ന് BJP ആരോപിച്ചു. ബംഗ്ലാദേശികളും റോഹിംഗ്യകളുമെല്ലാം ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കാണ്. വ്യാജ തെരഞ്ഞെടുപ്പ് കാർഡ് നൽകുന്ന സംഘത്തിന് അരവിന്ദ് കെജ്രിവാളുമായി ബന്ധമുണ്ടാകുമെന്നും മനോജ് തിവാരി MP പ്രതികരിച്ചു. हमारे देश के लोगों को उनका हक छीनने वाला ये कार्य है और निश्चित रूप से इनके जड़ों की जांच होनी चाहिए, क्योंकि जिस प्रकार से अरविंद केजरीवाल चुनाव आयोग तक गए हैं इलीगल घुसपैठियों का वोट रुकवाने, हमें पूरा विश्वास है कि इस गैंग का ലിങ്ക് അരവിന്ദ് കെജ്രിവാൾ ഉनके വിധായകോ തक जरूर होगा. അതേസമയം ഡൽഹിയിലെ കാളിന്തി കുഞ്ച് മേഖലയിൽ ചേരി പ്രദേശങ്ങളിൽ പോലീസ് പരിശോധന നടത്തി. അനധികൃതമായി എത്തിയ ബംഗ്ലാദേശികളോ റോഹിംഗ്യകളോ ഉണ്ടോ എന്നറിയുന്നതിനായാണ് പരിശോധന. പ്രദേശത്ത് കഴിയുന്നവരുടെ തെരഞ്ഞെടുപ്പ് ID യും ആധാറും പരിശോധിച്ചു. ജനം, ഡൽഹി.